നമസ്കാരം. തന്റെ കൈകൾ ശുദ്ധമെന്ന് കാണിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും. ചെയ്യാത്ത ജോലിക്ക് 1,78,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കരിമണൽ കമ്പനി നൽകി എന്നതാണ് വിഷയം. ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ വാങ്ങിക്കൂട്ടിയ തുകയുടെ ഇരട്ടി തുക വീണ വിജയനും സർക്കാരും ഇറക്കിക്കഴിഞ്ഞു എന്നതാണ് ഇതിലുള്ള വിരോധാഭാസം. കഴിഞ്ഞ ദിവസം KSIDC കേരള ഹൈക്കോടതിയെയും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർത്തണമെന്ന് പറഞ്ഞ് സമീപിച്ചു. പോയത് 2 കോടതിയിലേക്കാണെങ്കിലും 2 ഹർജിയുടെയും ലക്ഷ്യം ഒന്നായിരുന്നു എന്നതാണ് വാസ്തവം. കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ചെയ്യാത്ത ജോലിക്ക് മാസപ്പടി വാങ്ങിയെന്ന വിവാദ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തടയണം എന്നതാണ് 2 കൂട്ടരുടെയും ആവശ്യം. കാര്യം വീണ വിജയനെ 2 കോടതിയും കൈവിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇതിനുവേണ്ടി വാദിക്കാൻ ചെന്ന അഭിഭാഷകരെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരൊറ്റ സിറ്റിംഗിന് രൂപ 25 എണ്ണി വാങ്ങുന്ന കൂട്ടരെ കേസ് തങ്ങൾക്ക് അനുകൂലമാകില്ല എന്നറിഞ്ഞിട്ട് പോലും തിരഞ്ഞെടുക്കണമെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നത് വ്യക്തമാകുന്ന ഒന്നാകും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ 27.50 ലക്ഷം രൂപ ചെലവിട്ട് അഭിഭാഷകനെ സർക്കാർ സ്ഥാപനമായ KSIDC ഇറക്കിയത് അത്ര നിസാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ഇതിനു മുമ്പും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനെ വെച്ച് കേസിൽ നിന്ന് തലയൂരാനാകുമോ എന്ന് സർക്കാരും സൂര്യപുത്രിയും ആവതും ശ്രമിച്ചിട്ടുണ്ട്. അഭിഭാഷകനായ CS വൈദ്യനാഥൻ ഓൺലൈനായി ഹാജരാകണമെങ്കിൽ ഏകദേശം 25 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരക്ഷരം പോലും മറുപടി പറയാതെ സർക്കാർ ആ തുക നൽകിയെങ്കിൽ മറച്ചുവെക്കാൻ ഇക്കൂട്ടർക്ക് ഒരുപാടുണ്ട് എന്നത് വ്യക്തമാണ്. ഒരൊറ്റ സിറ്റിംഗിന് ഫീസ് 25 ലക്ഷം രൂപയും ഓഫീസ് ചെലവിനായി 2.5 ലക്ഷം രൂപയും കൂട്ടിച്ചേർത്താണ് KSIDC വൈദ്യനാഥൻ എന്ന അഭിഭാഷകന് നൽകേണ്ടത്. ആ തുക അതേപടി സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഇനിയും ഹാജരാകണം എന്നതിനാൽ KSIDC വൈദ്യനാഥനായി ഇനിയും ലക്ഷങ്ങൾ പൊടിക്കേണ്ടി വരും എന്നതും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് വമ്പന ഇറക്കിയത് ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് എന്നതാണ് സൂചന. സുപ്രീം കോടതിയിൽ അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് CS വൈദ്യനാഥ്. എന്തായാലും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അഭിഭാഷകനെ ഇറക്കിയാണ് കേസിന് വേണ്ടി വാദിക്കുന്നതെങ്കിലും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആകുന്ന അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. കേസ് അന്വേഷണം തുടരണമെന്ന് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതി. കേസ് അന്വേഷണം നിർത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ സംഭവിച്ചത് നേർ വിപരീതമായ കാര്യങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കൈകൾ ശുദ്ധമെങ്കിൽ അന്വേഷണത്തോട് സഹകരിച്ച് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമെന്ന് വീണയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. അപ്പോൾ ഇത്ര വലിയ തുക, അതായത് വാങ്ങിയതിനും ഇരട്ടി തുക നൽകിയിട്ടാണെങ്കിലും തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന മുഖ്യമന്ത്രിയും മകളും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്.